വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 86-ാമത്തെ വചനം വരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് 87 മുതൽ 91 വരെയുള്ള വചനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ബനു ഇസ്രായേല്യർ, യഹൂദികൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങിയ കരാറിൻ്റെ വിഷയത്തിൽ അവരല്ലാഹുവിനോട് കാണിച്ച നിലപാടുകൾ, ഇരട്ടത്താപ്പിൻ്റെ നയം, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ചിലതൊക്കെ അവർ വിശ്വസിക്കും, ചിലതൊക്കെ അവർ അവിശ്വസിക്കും. അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച ബഹുഭൂരിപക്ഷ കരാറുകളും അവരെന്ത് ചെയ്യും? ലംഘിക്കുന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവരെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ ദുനിയാവിനെ വിറ്റ് പരലോകം വാങ്ങിയ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്തെ ഏറ്റവും ശക്തമായ ശിക്ഷ അവർക്കാണ് ലഭിക്കുക. കാരണം ഹക്ക് മനസ്സിലാക്കിയിട്ട് ആ ഹക്കിനെ അട്ടിമറിച്ച ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുക? ശിക്ഷ കിട്ടുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 86-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ. അവർക്ക് നാളെ ശിക്ഷയിൽ യാതൊരു തഖ്ഫീഫും, ഒരു എക്സ്ക്യൂസും, ഒരു ഇളവും ലഭിക്കുകയില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. ولقد തീർച്ചയായും, ആതൈന എന്ന് പറഞ്ഞാൽ നാം നൽകിയിട്ടുണ്ട്, തീർച്ചയായും നാം നൽകിയിട്ടുണ്ട്. ആത്ത എന്ന പദത്തിൽ നിന്നാണ് ആതൈന വന്നത്. ആത്ത യുആതി, നൽകി. ആതൈന നാം നൽകിയിട്ടുണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അൽ കിതാബ്, വേദഗ്രന്ഥം. അവിടെ അൽ കിതാബ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? തൗറാത്തിനെയാണ്. തീർച്ചയായും നാം മൂസാ നബിക്ക് വേദഗ്രന്ഥം തൗറാത്തിനെ നാം നൽകിയിട്ടുണ്ട്. വഖഫൈന, ഖഫ യുഖഫി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഒരു കാര്യം ചെയ്യുന്നതിനാണ്. ഒരു കാര്യത്തിന് അതിനെ തുടർച്ചയായി ചെയ്യുന്നതിനാണ് ഖഫ യുഖഫി എന്നൊക്കെ പറയുക. അപ്പോൾ വഖഫൈന, നാം തുടരെ മിൻ ബഅദിഹി ബിർറുസുൽ, അദ്ദേഹത്തിന് ശേഷം പ്രവാചകന്മാരെ നാം തുടരെ എന്ത് ചെയ്തിട്ടുണ്ട്? അയച്ചിട്ടുണ്ട്. വആതൈന, വീണ്ടും അല്ലാഹ് പറയാണ്, നാം എന്ത് ചെയ്തു? നൽകുകയും ചെയ്തു. ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത്, മറിയമിൻ്റെ മകൻ ഈസക്കും നാം നൽകി അൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ. അവിടെ ഈസാ നബിക്ക് വേദഗ്രന്ഥം നൽകിയെന്ന് അതിനെ തുടർന്ന് പറയാതിരുന്നതിനൊരു കാരണമുണ്ട്. അത് നമുക്ക് ആയത്തിൻ്റെ അർത്ഥം മുഴുവൻ വായിച്ചതിന് ശേഷം വിശദീകരിക്കാം. വഅയ്യദ്നാഹു,
അയ്യദ യു അയ്യിദു തഈദ് എന്ന് പറഞ്ഞാൽ അയ്യദ ശക്തിപ്പെടുത്തി. അയ്യദിനാഹു നാം ഈസാ നബിയെ ശക്തിപ്പെടുത്തി. ബിറൂഹിൽ ഖുദുസ് പരിശുദ്ധ ആത്മാവിനെ കൊണ്ട്. അഫകുല്ലമാ ജാഅക്കും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുക്കും. അഫകുല്ലമ, കുല്ല എന്ന് പറഞ്ഞാൽ എന്താ? കുല്ലുൻ എപ്പോഴും. കുല്ലമ എപ്പോഴും എന്നർത്ഥത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ കുല്ലമ ജാഅക്കും നിങ്ങൾക്ക് വന്നെത്തുമ്പോഴെല്ലാം. കുല്ലമ ജാ എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് വരുന്ന സമയത്തെല്ലാം. അതിൻ്റെ മുമ്പിൽ ഒരു അലിഫുണ്ട്. അഫകുല്ലമ നിങ്ങൾക്ക് വന്നെത്തുന്ന സമയമെല്ലാം നിങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത്. എന്ത്? റസൂലും നിങ്ങൾക്കൊരു പ്രവാചകൻ അല്ലെങ്കിൽ ഏതൊരു നബിയും നിങ്ങൾക്ക് വന്നെത്തുമ്പോഴെല്ലാം നിങ്ങളാണോ? ബിമാ ലാ തഹ്വ അൻഫുസുക്കും. ലാ തഹ്വ, ഹവ യഹ്വി തഹ്വ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, ദേഹേച്ഛക്ക് പറയണം. നമ്മൾ ഹവ എന്ന് പറയൂലേ. അപ്പോൾ ലാ തഹ്വ അൻഫുസുക്കും, നിങ്ങളുടെ സ്വന്തത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യവുമായി ഏതൊരു റസൂല് നിങ്ങളുടെ അടുക്കൽ വരുമ്പോഴെല്ലാം നിങ്ങളാണോ? ഇസ്തക്ബർത്തും, നിങ്ങൾ അഹങ്കരിക്കുകയാണോ? ഈ ഇസ്തക്ബർത്തുമിനെ ചോദ്യം ചോദിക്കാനാണ് അവിടെ അലിഫ് എന്ത് ചെയ്തത് കൊടുത്തത്. അഫകുല്ലമ ജാഅക്കും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുക്കും ഇസ്തക്ബർത്തും. നിങ്ങളുടെ അടുക്കലേക്കൊക്കെ ഓരോ റസൂലും വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇസ്തക്ബർത്തും, നിങ്ങൾ കിബർ കാണിക്കും. ഫരീഖൻ, അപ്പോൾ ഒരു വിഭാഗം, കദ്ദബുത്തും, നിങ്ങളിൽ നിഷേധിക്കുന്നവരായി. വഫരീഖൻ തഖ്തുലൂൻ, മറ്റൊരു വിഭാഗം ആ പ്രവാചകന്മാരെ കൊല്ലുന്നവരുമായി. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞു മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി. അദ്ദേഹത്തെ തുടർന്ന് ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു എന്ത് ചെയ്തു? അയച്ചു. എന്നിട്ട് ബനൂ ഇസ്രായേല്യരുടെ ആ പ്രവാചകന്മാരുടെ കണ്ണി, ആ ചെയിൻ അള്ളാഹു അവസാനിപ്പിച്ചത് ആരിലൂടെയാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് അടുത്ത വാചകത്തിൽ അല്ലാഹു പറഞ്ഞത് വആതൈനാ ഈസ ഇബ്ന മറിയം, നാം ഈസ ഇബ്നു മറിയമിനും നൽകി അൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവതരിപ്പിച്ച വേദഗ്രന്ഥമായ തൗറാത്തിനെ, അതിൻ്റെ നിയമസംഹിതയെ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് മൂസാ നബി മുതൽ ഈസാ നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ബനു ഇസ്രായേലിലേക്ക് അള്ളാഹു അയച്ചത്. തൗറാത്തിനെ മാറ്റാൻ വേണ്ടിയല്ല. മൂസാ നബി മുതൽ ഈസാ നബി വരെയുള്ളതൊക്കെ നബിമാരാണ്. അവരൊക്കാരാണ്? നബിമാരാണ്. മൂസാ നബിക്ക് കിട്ടിയ വേദഗ്രന്ഥത്തെ ജനങ്ങൾ മറന്നു പോകുമ്പോൾ അത് വീണ്ടും ഓർമ്മപ്പെടുത്താൻ, അത് വീണ്ടും സ്ഥാപിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ അയക്കുന്നത്? നബിമാരെ അയക്കുന്നത്. നബിമാരും റസൂലും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറയുമ്പോൾ, വേദഗ്രന്ഥം അവതരിക്കപ്പെട്ട പ്രവാചകന്മാർ അവരാണ് റസൂലുമാർ. അവർക്ക് ശേഷം ആ വേദഗ്രന്ഥത്തെ ജനങ്ങൾക്കിടയിൽ നിലനിർത്താനാണ് അള്ളാഹു ആരെ അയക്കുന്നത്? നബിമാരെ അയക്കുന്നത്. എല്ലാ റസൂലും നബിമാരാണ്, പക്ഷെ എല്ലാ നബിമാരും ആരല്ല? റസൂലല്ല. അപ്പോൾ മൂസാ നബി മുതൽ ഈസാ നബി വരെയുള്ള മുഴുവൻ നബിമാരും എന്തിനാ വന്നത്? തൗറാത്തിനെ നിലനിർത്താനാണ്. ഇനി ഈസാ നബിയും എന്തിനാണ് വന്നത്? തൗറാത്തിനെ നിലനിർത്താനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും വന്നത്. പക്ഷേ ജൂതന്മാർ ഈസാ നബിയുടെ മേൽ ആരോപിച്ചൊരു ആരോപണമാണ്, ഈസാ നബി എന്ത് ചെയ്തു? തൗറാത്തിനെ മാറ്റിമറിച്ചു എന്നവർ ആരോപിച്ചു. എന്തിനാണ്? ഈസാ നബി അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജൂതന്മാർക്ക് ഈസാ നബി അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈസാ നബി ഇഞ്ചീലുമായി വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആദ്യം കൊടുത്തത് ബയ്യിനാത്താണ്. ഇവിടെ ബയ്യിനാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മുഅ്ജിസാത്ത്. ഇത് പ്രവാചകനാണ്, ഇത് റസൂലാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തില്ല. ആദ്യം വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരെന്തു പറയുമായിരുന്നു? ഇതിപ്പോൾ തൗറാത്ത് മാറ്റിയിട്ട് വേറൊന്ന് കൊണ്ടുവരാനാണെന്ന് അവരെന്ത് ചെയ്തേനെ? പറഞ്ഞേനെ. പക്ഷെ അവർ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവരിലേക്ക് ഈസാ നബി അയച്ചപ്പോൾ ബയ്യിനാത്താണ് കൊടുത്തത്. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ മുഅ്ജിസാത്ത്.
ഈസാ നബി ജനിച്ചത് മുതൽ ബയ്യിനാത്താണ്. ഈസാ നബി തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചത് മുതൽ ജനങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന ഒരു നബിയാണ്. തൊട്ടിലിൽ കിടന്ന് തന്നെ ഞാൻ നബിയാണെന്ന് എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ്. അപ്പം തന്നെ ജനങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തം, ഇതിൽ കൂടുതലൊരു ദൃഷ്ടാന്തം അവർക്ക് ഇനി വേറെ വേണ്ട. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിലേക്ക് വന്നത് വലി ഉഹില്ല ലക്കും ബഅദല്ലദീ ഹുർരിമ അലൈക്കും, നിങ്ങൾക്ക് ഇതുവരെ ഹറാമായ ചില കാര്യങ്ങളെ ഹലാലാക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. എന്നാലോചിച്ച് നോക്കണേ, ഹറാമായ ഒരു കാര്യത്തെ ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബോണസ് പോയിന്റാണ് അല്ലെ? അതുവരെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കാൻ ഒരു പ്രവാചകൻ വരിക. അപ്പോൾ ആ പ്രവാചകനോട് എന്താ ഉണ്ടാകേണ്ടത്? ഒരു സ്നേഹം, ഹുബ്ബാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഈസാ നബി പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ട കാര്യങ്ങളിൽ ചിലതിനെ ഹലാലാക്കി തരാനാണ് വന്നത്, അല്ലാതെ തൗറാത്തിനെ മാറ്റിമറിക്കാനല്ല വന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാക്കാനാണ് ഞാൻ നിയുക്തനാക്കിയിട്ടുള്ളത്. അപ്പോൾ ബയ്യിനാത്ത് എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? നമുക്കറിയാം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മുഅ്ജിസത്തുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഈസാ നബിയുടെ മുഅ്ജിസത്ത്? തൊട്ടിൽ കിടന്ന് അദ്ദേഹം സംസാരിച്ചു. പിന്നെ മരണപ്പെട്ടവരെ ബീദിനില്ല, അള്ളാൻ്റെ അനുമതി പ്രകാരം ജീവിപ്പിച്ചു. രോഗികളുടെ രോഗത്തെ അള്ളാഹു എന്ത് ചെയ്തു? അള്ളാൻ്റെ ഉദ്ദേശപ്രകാരം ഷിഫയാക്കി. പിന്നെ കാഴ്ച നഷ്ടപ്പെട്ട അന്ധന്മാരുടെ കാഴ്ചകൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ തടവലിലൂടെ മസീഹ്, ആ മസഹിലൂടെ എന്ത് ചെയ്തു? അള്ളാഹു അവർക്ക് കാഴ്ച കൊടുത്തു. ഈസാ നബിയുടെ ഒരു പ്രത്യേകതയാണ്, ഈസാ നബിയുടെ പേരിൻ്റെ കൂട്ടത്തിൽ മസീഹ് ഈസ ഇബ്നു മറിയം എന്നുണ്ട്. എന്താണ് ഈ മസീഹ് എന്ന് പറഞ്ഞാൽ? എന്താ മസീഹ് എന്ന് പറഞ്ഞാൽ? മസഹ എന്ന പദത്തിൽ നിന്നാണ് എന്തു വന്നത്? മസീഹ് വന്നത്. മസഹ എന്ന പദത്തിൽ നിന്നാണ് മസീഹ് വന്നത്. മസഹ എന്ന് പറഞ്ഞാൽ തടവി, സ്പർശിച്ചു എന്നൊക്കെയാണ് മസഹയുടെ അർത്ഥം. മസഹ, അതിൽ നിന്നാണ് എന്തു വന്നത്? മസീഹ്, തടവുന്നവൻ. അപ്പോൾ പണ്ഡിതന്മാർ ഈ മസഹ എന്ന പദം, മസീഹ് എന്ന് പേര് വരാൻ, മസീഹ് എന്ന പേര് ഈസാ നബിക്ക് വരാൻ അവർ കാരണം പറഞ്ഞത്, പല കാരണങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ അന്ധന്മാരുടെ കണ്ണുകൾ തടവിയാൽ അവർക്ക് കാഴ്ച ലഭിക്കുമായിരുന്നു. ഈസാ നബി വെള്ളപ്പാണ്ടുള്ള ആളുകളുടെ ശരീരത്തിൽ തടവിയാൽ അവരുടെ വെള്ളപ്പാണ്ട് മാറുമായിരുന്നു. അപ്പോൾ തടവുന്നവൻ എന്ന അർത്ഥത്തിൽ ഒന്ന് മസീഹ് അർത്ഥമുണ്ട്. രണ്ടാമത്തത് കുഫ്രിനെ തുടച്ചു നീക്കുക. മൂന്നാമത്തത് മസീഹുദ്ദജ്ജാൽ വരുമ്പോൾ ആ മസീഹുദ്ദജ്ജാലിനെ തുടച്ചു നീക്കുന്നവൻ, ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നവനൊരർത്ഥം അതിനുണ്ട്. അപ്പോൾ മസീഹുദ്ദജ്ജാലിന് മസീഹ് എന്ന് പേര് വരാൻ കാരണം എന്തായിരിക്കും? മസീഹിന് മറഞ്ഞതെന്ന് കൂടി അർത്ഥമുണ്ട്. മറഞ്ഞത്, മസീഹുദ്ദജ്ജാലിൻ്റെ ഒരു കണ്ണിന് കാഴ്ച മറഞ്ഞതാണ്. അതുകൊണ്ടാണ് മസീഹുദ്ദജ്ജാലിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ എന്തു വന്നത്? മസീഹ് എന്ന പേര് വന്നതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മസീഹുദ്ദജ്ജാലും മസീഹ് ഈസ ഇബ്നു മറിയമവും ഇതിന് രണ്ടും രണ്ട് ആശയമാണുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുത്തു? ജീവിപ്പിച്ചവരെ, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്തു. പക്ഷെ അത് ആരുടെ അനുമതി പ്രകാരം? അള്ളാൻ്റെ അനുമതി പ്രകാരം. അടിസ്ഥാനപരമായി മുഅ്ജിസത്തും കറാമത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അസ്ലുണ്ട്. ഒരു മുഅ്ജിസത്തും ഒരു പ്രവാചകന്മാർക്കും അവർക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ചെയ്യുകയാണ് ത്രൂ പ്രൊഫറ്റ്സ്. പ്രവാചകന്മാർ മുഖേന അല്ല ചെയ്യാണ്. ചന്ദ്രനെ പിളർത്തി, അത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്. പക്ഷെ ചന്ദ്രനെ പിളർത്തിയത് ആരാണ്? അള്ളാഹുവാണ്. സമുദ്രത്തെ പിളർത്തി, അത് മൂസാ നബിയുടെ മുഅ്ജിസത്താണ്. പക്ഷെ അത് ആരെ പിളർത്തിയത്? അള്ളാഹുവാണ്. ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു അവർക്ക് അവരുടെ കണ്ണുകളിലേക്ക് എറിഞ്ഞു എന്നാണ്. ഇത് റമൈത്ത, നിങ്ങൾ എറിഞ്ഞ സമയം നിങ്ങൾ എറിഞ്ഞിട്ടില്ല, വലകിന്നല്ലാഹ റമ, അള്ളാഹുവാണ് എറിഞ്ഞത്. അപ്പം ഏതൊരു മുഅ്ജിസത്തും അത് ഭൂമിയിൽ നിർവഹിക്കുന്നതാരാണ്? ചെയ്യുന്നതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ അസ്ല് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ
ഒരു വിഭാഗം ആളുകൾ മുഅ്ജിസത്തുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്തു? അവർക്കൊക്കെ ഇലാഹിയത്ത്, ഇബാദത്ത് നൽകി അവരെ ആരാധിക്കാൻ തുടങ്ങി. ഇനി കറാമത്തോ? കറാമത്ത് പ്രവാചകന്മാരല്ലാത്തവർക്ക് ഈ അത്ഭുതം കിട്ടുമ്പോൾ അതെന്താവും? കറാമത്താവും. പ്രവാചകന്മാർക്ക് ലഭിക്കുമ്പോൾ അത് മുഅ്ജിസത്താവും. അപ്പം കറാമത്ത് ലഭിച്ച എല്ലാവർക്കും കറാമത്ത് കിട്ടിയെന്ന് മനസ്സിലാകണമെന്നില്ല. ഒരാൾക്ക് കറാമത്ത് കിട്ടി, കറാമത്ത് പല രൂപത്തിൽ വരും. കറാമത്ത് പല രൂപത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് ഒരു ഹെൽപ്പായിട്ടായിരിക്കും കറാമത്ത് വരിക. ഇപ്പോൾ മറിയം ബീവിക്ക് ലഭിച്ചത് മുഅ്ജിസത്താണോ കറാമത്താണോ? കറാമത്താണ്. മറിയം ബീവിക്ക് കറാമത്ത് കിട്ടിയപ്പോൾ മറിയം ബീവി വലിയ ബീവിനെ പോലെ ഒരു റൂമിൽ കയറിയിരുന്ന്, പ്രത്യേകിച്ച് ഒരു വലിയ ബീവിയെ പോലെ ഇരുന്നോ? മറിയം ബീവിക്ക് ആ കറാമത്ത് കിട്ടിയത് ഇടങ്ങേറായിട്ടാണ് തോന്നിയത്. അതാണ് മറിയം ബീവി പറഞ്ഞത്, ഞാൻ ഇതിനു മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ, ജനങ്ങൾ എന്നെ മറന്നുപോയിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായേനെ. അതായത് ആ കറാമത്ത് കൊണ്ട് മറിയം ബീവി പ്രയാസപ്പെട്ടു എന്നാണ്. അപ്പോൾ കറാമത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആവില്ല. അപ്പോൾ മഹദിയായ മറിയം ബീവിക്ക് കറാമത്ത് ലഭിച്ചപ്പോൾ അവർക്ക് പ്രയാസമാണ് ഉണ്ടായത്. ജനങ്ങളൊക്കെ അല്ല എന്നെ മറന്നിരുന്നെങ്കിലെന്നാണ് നമ്മൾ പറയൂലേ, അല്ല നമ്മളൊന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ. മറിയം ബീവിനെ അല്ല പരിഗണിച്ചതാണ്. ആ പരിഗണന മറിയം ബീവിക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കി. ജനങ്ങളോട് നാളെ ഞാൻ എന്തു പറയും, എന്നെ അള്ളാഹു മറന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലോ എന്നവർ ചിന്തിച്ചു പോയി എന്നാണ്. അപ്പം കറാമത്ത് നമ്മൾ വിചാരിക്കണ പോലെയല്ല. ചില ആളുകൾക്ക് കറാമത്ത് ലഭിച്ചത് തന്നെ അവർ അറിയണുണ്ടാവില്ല, അവർക്കൊരു ഹെൽപ്പായിരിക്കും ലഭിച്ചിട്ടുണ്ടാകുക. ഈ കറാമത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു ചൂഷണം നടക്കുന്നുണ്ട്. അത് എന്താണ്? കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ സൂക്ഷിച്ച് ജീവിക്കണ ഏത് സാധാരണക്കാരനും അള്ളാഹിൻ്റെ കറാമത്ത് എന്ത് ചെയ്യും? ലഭിക്കും. ഏത് സാധാരണക്കാരനും. പക്ഷെ ആ കറാമത്ത് ലഭിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. നമ്മൾ വിചാരിക്കുന്ന ഔലിയാക്കൾ ആരാ? നമ്മുടെ സമൂഹത്തിൽ വിചാരിക്കുന്നത് അത് എന്ത് വലിയ ഷെയ്ഖാകണം, തങ്ങളാകണം, തലയിലൊരു ഷാളിടണം, തോളിലൊരു പച്ച ഷാളിടണം, 2-3-4 മോതിരം ആ കയ്യിലും ഈ വിരലിലൊക്കെ എങ്ങനെ ഇടണം എന്നാണ് നമ്മളെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല, സാധാരണക്കാരായ ആളുകളും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാവും. അടിസ്ഥാന യോഗ്യത 2 ഒന്ന് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കണം, 2 തഖ്വയുള്ളവരാകണം. എങ്കിൽ അവർക്കും അള്ളാഹിൻ്റെ കറാമത്ത് ലഭിച്ചേക്കാം. അപ്പോൾ നോക്കൂ, മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബിക്ക് അള്ളാഹു ബയ്യിനാത്തുകൾ നൽകുക മാത്രമല്ല, വഅയ്യദ്നാഹു, നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു, ബിറൂഹിൽ ഖുദുസ്. എന്താണ് റൂഹുൽ ഖുദുസ്? പരിശുദ്ധാത്മാവ്. നമ്മൾ പൊതുവെ ക്രിസ്ത്യാനികൾ പറയാറുള്ള ഒരു പരിശുദ്ധാത്മാവുണ്ട്. എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ത്രിയേകത്വത്തിൻ്റെ ഒരു വശമായിട്ടാണ് അവർ പറയാറുള്ളത്. പിതാവിനെ ദൈവമായിട്ടും അതേപോലെ പുത്രനെ ഈസാ നബിയായിട്ടും പരിശുദ്ധാത്മാവിനെ അവർ പൊതുവെ പറയാറുള്ളത് എന്താണ്? ജിബ്രീൽ മാലാഖയെ പറ്റിയാണ് അവർ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ബിറൂഹിൽ ഖുദുസ് എന്നതിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? ജിബ്രീലാണ്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത് ആരെപ്പറ്റിയാണ്? ജിബ്രീലാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹദീസുകൾ ഏതാണ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്തിന് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആരാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്? ആരാ പറയാ? കവിയാണ് അല്ലേ? ഇസ്ലാമിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ കവിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. അദ്ദേഹം മദീനക്കാരനാണ്, അൻസാരിയാണ്. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ, ഹസ്സാൻ ഇബ്നു സാബിത്തിനെ റൂഹുൽ ഖുദുസിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണം. അപ്പോൾ പ്രവാചകന്മാർക്ക് മാത്രമല്ല റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹായം ലഭിക്കുക. പ്രവാചകന്മാരല്ലാത്തവർക്കും എന്ത് കിട്ടും? സഹായം ലഭിക്കും, അള്ളാൻ്റെ അനുമതി ഉണ്ടെങ്കിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ചില സ്വഹാബികൾ അബൂ ഹുറൈറയെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ, നീ സാക്ഷി പറയണം, ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചില സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ പറയുന്നുണ്ട്, നഅം, അതേ, അള്ളാൻ്റെ റസൂൽ ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ഒരിക്കൽ പ്രവാചകൻ ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് പറയാണ്, ഉഹ്ജും ഔ ഹാജിം, ഹസ്സാൻ നീ എഴുന്നേറ്റ് നിന്ന് മുശ്രിക്കുകളെ ആക്ഷേപിച്ചുകൊണ്ട് കവിത പറയണം. കാരണം വജിബിരീലു മഅക്, നിന്റെ കൂടെ ആരുണ്ട്? ജിബ്രീലുണ്ട്. അപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ നാവിന് സ്ഥിരത നൽകാൻ, ആ വാക്കുകൾക്ക് അവരുടെ ഹൃദയത്തിൽ സ്വാധീനം നൽകാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് കഴിയും. അള്ളാഹുവിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന കവിക്ക് ആരുടെ സഹായം അള്ളാഹിൻ്റെ അനുമതി പ്രകാരം ലഭിച്ചിട്ടുണ്ട്? ജിബ്രീലിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എപ്പോഴും വലതുഭാഗത്താരുണ്ടാവും? ജിബ്രീൽ ഉണ്ടാവും. ജിബ്രീലിൻ്റെ ഡ്യൂട്ടി എന്താ? വഹി എത്തിച്ചു കൊടുക്കൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ വഫാത്ത് വരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ആർക്കാണ്? ജിബ്രീലിനാണ്. ഏത് സമയത്തും ജിബ്രീൽ റസൂലിൻ്റെ കൂട്ടത്തിലുണ്ടാവും. റസൂലിനെ കൊല്ലാൻ ശത്രുക്കൾ വന്ന സമയത്തൊക്കെ ആരുണ്ട്? ജിബ്രീലുണ്ട്. റസൂലിൻ്റെ നേരെ അബൂലഹബിൻ്റെ ഭാര്യ റസൂലിൻ്റെ നേരെ, റസൂൽ എവിടെ, നിന്റെ മുഹമ്മദ് എവിടെ എന്ന് ചോദിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ആരുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. പക്ഷേ അബൂലഹബിൻ്റെ ഭാര്യയുടെ കണ്ണിൽ ജിബ്രീൽ റസൂലിനെ കാണിച്ചില്ല. പറയാനുള്ള തെറിയും വഴക്കൊക്കെ അബൂബക്കറിനോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഇപ്പം ഇത്, റസൂലല്ലേ ഇപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂലഹബിൻ്റെ ഭാര്യയ്ക്കും മറയിട്ടു. ഒരു കല്ല് പോലും റസൂലിന് നേരെ എറിയാൻ കഴിഞ്ഞില്ല. റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എങ്ങോട്ട് പോവാണ്? മദീനയിലേക്ക് ഹിജറ പോവാണ്. സുറാഖത്ത് ബിൻ മാലിക് പ്രവാചകന്റെ പിന്നിൽ പലതവണ ഫോളോ ചെയ്തു. അവസാനം എല്ലാ ചാൻസും അദ്ദേഹത്തിന്, ഒരു ചാൻസിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? പ്രവാചകനെതിരെ ഒരു അണുമണി തൂക്കം പ്രവാചകനെതിരെ അദ്ദേഹത്തിന് ഒരു അക്രമം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് നബിയോട് പറയുന്നുണ്ട്, മാപ്പ് ചോദിക്കുന്നുണ്ട് റസൂലിനോട്, റസൂലേ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നൊരു വലിയ ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ താങ്കൾക്കെതിരെ ഇനി എന്ത് ചെയ്യൂല? യുദ്ധം ചെയ്യൂല, താങ്കളെ ഇനി ഉപദ്രവിക്കാൻ വരൂല എന്ന് പറഞ്ഞ് പോകുമ്പോൾ മഹാനായ സുറാഖത്ത് ബിൻ മാലിക്കിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, സുറാഖ നിന്റെ കൈകളിൽ പേർഷ്യൻ രാജാവിൻ്റെ ആ വളകൾ നിന്റെ കൈകളിൽ അണിയപ്പെടും എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. സുറാഖ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കാത്ത സുറാഖയോട് റസൂൽ പറയാണ്, സുറാഖ നിന്റെ കൈകളിൽ പേർഷ്യയുടെ രാജാക്കന്മാരുടെ വളകൾ നിന്റെ കൈകളിലെത്തും. പിന്നീട് സുറാഖത്ത് ബിൻ മാലിക് ആരായി? ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം വന്നു. പേർഷ്യ ഇസ്ലാം എന്ത് ചെയ്തു? ജയിച്ചടക്കി. മുസ്ലിങ്ങളുടെ കൈകളിലായി. ഗനീമത്ത് സ്വത്ത് കിട്ടി. ഗനീമത്ത് സ്വത്ത് കിട്ടിയപ്പോൾ സുറാഖക്ക് കിട്ടിയത് പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ വളകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സുറാഖക്ക് പ്രവാചകനെതിരെ വാളോങ്ങാൻ കഴിയാതെ വന്നപ്പോൾ സുറാഖ പറയുന്നുണ്ട്, താങ്കൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നൊരു ശക്തിയുണ്ട്, ഒരു പ്രത്യേകമായൊരു ശക്തി താങ്കളെ എന്ത് ചെയ്യുന്നുണ്ട്? ബലപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ്. അതാരായിരുന്നു? ബിറൂഹുൽ ഖുദുസ്, ജിബ്രീലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഉഹുദിൽ ശത്രുക്കൾ വളഞ്ഞു എന്നാണ്. ഉഹുദിൽ പ്രവാചകൻ കുഴിയിൽ വീണു. പ്രവാചകന്റെ മുന്നിൽ 2 പല്ലു പൊട്ടി. പ്രവാചകന്റെ കവിളിൽ പടച്ചട്ടയുടെ ആണി കുത്തിക്കേറി. പ്രവാചകനെ കുഴിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ, ശത്രുക്കൾ കുഴിച്ച് കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ പ്രവാചകനെ വളഞ്ഞു എന്നാണ് ശത്രുക്കൾ. ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, എൻ്റെ വലതുഭാഗത്ത് ജിബ്രീലും എൻ്റെ ഇടതുഭാഗത്ത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയും നിലയുറച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഒരാളും ഇല്ലെങ്കിലും പ്രവാചകൻ ആരെ രക്ഷിക്കും? ജിബ്രീൽ രക്ഷിക്കും. പക്ഷെ അന്ന് പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞത് എന്നറിയോ? ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയുടെ മഹത്വം പറയാനാണ്. പ്രവാചകനിലേക്ക് വന്ന എല്ലാ അമ്പും വാളിൻ്റെ മുനകളും എല്ലാം സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയത് ആരാണ്? ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ എല്ലാ നിലക്കും പ്രൊട്ടക്ഷൻ ആര് നൽകിയിട്ടുണ്ട്? ജിബ്രീൽ നൽകിയിട്ടുണ്ട്. ആ ജിബ്രീലിനെ കൊണ്ടാണ് അള്ളാഹു ആരെ ശക്തിപ്പെടുത്തിയത്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ശക്തിപ്പെടുത്തിയത്. ആ റൂഹുൽ ഖുദ്സിനെ കൊണ്ടാണ് അള്ളാഹു ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ശക്തിപ്പെടുത്തിയത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്, വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നാം അദ്ദേഹത്തെ
ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് ശക്തിപ്പെടുത്തിയത്? വിശുദ്ധ ഖുർആൻ അത് മറ്റ് ഒരു സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. 2 സന്ദർഭങ്ങൾ. ഇത് അയ്യത്തുക ബിറൂഹിൽ ഖുദുസി തുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ല. തൊട്ടിലിൽ ആയിരുന്നപ്പോഴും മധ്യവയസ്കനായിരുന്നപ്പോഴും. തൊട്ടിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയതാരാണ്? ബിറൂഹിൽ ഖുദുസ്. ഇപ്പം തൊട്ടിൽ അദ്ദേഹത്തെ അള്ളാഹു സംസാരിപ്പിച്ചത് ആരെ കൊണ്ടാണ്? ജിബ്രീലിനെ കൊണ്ടാണ്. പിന്നെ വകഹ്ല, മധ്യവയസ്കനായിരിക്കെ. എന്താ മധ്യവയസ്കനായിരിക്കുക എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പ്രവാചകനായി ജനങ്ങൾക്കിടയിലേക്ക് ദഅവത്തിനിറങ്ങുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തും അദ്ദേഹത്തിന് ശക്തി നൽകിയതാരാണ്? അള്ളാഹു റൂഹുൽ ഖുദ്സിനെ കൊണ്ടാണ്. അപ്പോൾ മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി. തൗറാത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരുപാട് പ്രവാചകന്മാരെ വഖഫൈനാ മിൻ ബഅദിഹി റുസുൽ, ഒരുപാട് പ്രവാചകന്മാരെ അയച്ചു. ബനു ഇസ്രായേലിയുടെ പ്രവാചകന്മാർക്ക് സീല് വെച്ചത് ആരെ കൊണ്ടാണ്? ഈസാ നബിയെ കൊണ്ടാണ്. ബനു ഇസ്രായേലിലെ അവസാനത്തെ നബി ഈസാ നബിയാണ്. ആ ഈസാ നബി വന്നത് തൗറാത്തിനെ സ്ഥാപിക്കാനും അതിന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വ്യക്തമായ തെളിവുകളുമായിട്ടാണ് വന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുകും, നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമായിട്ട് ഏതൊരു പ്രവാചകൻ വരുമ്പോഴും ഇസ്തക്ബർത്തും, നിങ്ങൾ ആരാവും? അഹംഭാവം നടിക്കുന്നവരാവും, കിബർ നടിക്കുന്ന ആളുകളാകും. ഫരീഖൻ, ഫരീഖ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, കുറച്ച് ആളുകളെ പറയണതാണ് ഫരീഖ്. ഫരീഖൻ കദ്ദബത്തും, നിങ്ങൾ ചിലർ ആ പ്രവാചകന്മാരെ നിഷേധിക്കും. ഫരീഖൻ തഖ്തുലൂൻ, നിങ്ങൾ ചിലർ പ്രവാചകന്മാരെ കൊന്നുകളയും. ഈസാ നബി ജീവിച്ചിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടൊരു പ്രവാചകൻ ഉണ്ടാരണത്? ഈസാ നബി ജീവിച്ചിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടൊരു പ്രവാചകനുണ്ട്, യഹ്യ ഇബ്നു സക്കരിയ. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമയെ അവർ കൊന്നുകളഞ്ഞു. ഇതുപോലെ ഒരുപാട് പ്രവാചകന്മാരെ അവർ കൊന്നിട്ടുണ്ട്. ചിലരെ കൊന്നിട്ടില്ല, നിഷേധിക്കുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽ അവർ നിഷേധിച്ചൊരു പ്രവാചകനാണ് ആര്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ അവർ പറയും, വഖാലു, അവർ പറയും, അല്ലെങ്കിൽ അവർ പറഞ്ഞു, ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഗുൽഫ്, അടഞ്ഞിരിക്കുകയാണ്. ഗുൽഫ് എന്ന് പറഞ്ഞാൽ അക്കിന്നത്തൻ എന്നാണ്. അക്കിന്നത്തൻ, അക്കിന്നത്തൻ എന്ന് പറഞ്ഞാൽ മൂടിയിടപ്പെട്ടത്. അതിന് മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട് ഈ ഗുൽഫിന്. അതായത് അവർ പറയും, ഞങ്ങൾക്ക് കുറേ ഉപദേശമൊക്കെ കിട്ടിയിട്ട് ഞങ്ങളുടെ കൽബ് നിറഞ്ഞു കിടക്കുകയാണ്. മുഹമ്മദ്, നീ ഇപ്പോൾ കൊണ്ടുവന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പറയൂലേ, കേട്ട് കേട്ട് കുറേ ഇപ്പോൾ സ്റ്റോക്ക് കൂടിയിരിക്കുകയാണെന്നൊക്കെ നമ്മൾ ചില ആളുകൾ തമാശക്ക് പറയും. പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിൻ്റെ മറ്റൊരർത്ഥം, ഐ ഖുലൂബുന ഔഇയത്തുൻ ലികുല്ലി ഇൽമിൻ ഫലാ തഹ്താജു ഇലാ ഇൽമിക്, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഇൽമ് കുറേ ഉണ്ട്, നിൻ്റെ ഇൽമിൻ്റെ ആവശ്യം നമുക്കില്ല എന്നവർ പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇൽമ് കുറേ ഉണ്ടായിട്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബൽ, പക്ഷേ അല്ല, ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ ഹൃദയത്തിന് അത് സ്വീകരിക്കാൻ കഴിയാത്ത വണ്ണം അടഞ്ഞുപോയത്, അവർ അവിശ്വസിച്ചത് കൊണ്ട് അവരെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. മറ്റൊരു സൂറത്തിൽ പറഞ്ഞത് ത്വബഅഹുല്ലാഹ് എന്നാണ്. അള്ളാഹു എന്ത് ചെയ്തു? സീല് വെച്ചു, അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഫഖലീലൻ മാ യുഅ്മിനൂൻ, അവരിൽ കുറച്ചാളുകൾ മാത്രമാണ് വിശ്വസിക്കുന്നത്. ആ വാചകത്തിന് രണ്ടർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു. അവരിൽ കുറച്ചാളുകൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞാലും അവർ കുറച്ച് താങ്കൾ പറയണത് വിശ്വസിക്കുമെന്ന് പറഞ്ഞാലും ശരിയാണ്. കാരണം ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാത്തിനെയും നിഷേധിച്ചില്ല, കുറച്ചൊക്കെ എന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു. പിന്നെയോ അവരിൽ കുറച്ചാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് മുസ്ലിമീങ്ങളുമായി. അപ്പോൾ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് ഇവർ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ്, വലമ്മാ ജാഅഹും, അവർക്ക് വന്നെത്തിയപ്പോൾ. ലമ്മാ ജാഅ എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ. വലമ്മാ ജാഅഹും, അവർക്ക് വന്നെത്തിയപ്പോൾ. കിതാബുൻ, വേദഗ്രന്ഥം. മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്. മുസദ്ദിഖുൻ, സത്യപ്പെടുത്തുന്ന. ലിമാ മഅഹും, അവരോടൊപ്പമുള്ളതിനെ. അതെന്താ അവരോടൊപ്പം ഉള്ളത്? തൗറാത്തും ഇഞ്ചീലും. അതിനെ സത്യപ്പെടുത്തുന്നത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് വന്നെത്തിയപ്പോൾ. വക്കാനു, അവരായിരുന്നു. മിൻ ഖബൽ, തൊട്ടു മുമ്പ് വരെ അവരായിരുന്നു. യസ്തഫ്തിഹൂന,
വിജയത്തെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫതഹ എന്ന് പറഞ്ഞാൽ എന്താ? വിജയിച്ചു എന്നർത്ഥമാണ്. തുറന്നു എന്നർത്ഥമുണ്ട്, വിജയിച്ചു എന്നുണ്ട്. ഇവിടെ ഇസ്തഫ്തഹ എന്ന പദത്തിൽ നിന്നാണ് യസ്തഫ്തിഹൂൻ വന്നത്. എന്ന് പറഞ്ഞാൽ വിജയം ചോദിക്കുക. ഇവരാരോടാ ചോദിച്ചുകൊണ്ടിരുന്നത്? അള്ളാഹിനോട് ഇവർ വിജയം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കെതിരെ? അലല്ലദീന കഫറൂ, ആ മദീനയിലെ ഔസും ഹസ്റജും അടങ്ങുന്ന ആ മുശ്രിക്ക് ഗോത്രങ്ങൾക്കെതിരെ വിജയം കിട്ടണമെന്ന് അവർ അള്ളാഹിനോട് എന്ത് ചെയ്തിരുന്നു? ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ അവർക്ക് വിജയം ലഭിക്കുക? എങ്ങനെ അവർക്ക് വിജയം ലഭിക്കുക? അവർ അറബികളോട് പറയും, ഞങ്ങൾക്കിനി അവസാനത്തൊരു പ്രവാചകൻ വരാനുണ്ടോ, ഞങ്ങൾ ആ പ്രവാചകരുമായിട്ട് നിങ്ങൾ എന്തു ചെയ്യും? ജയിച്ചടക്കും. എന്നിട്ട് അവർ അള്ളാഹിനോട് മുശ്രിക്കുകളുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവേ ഞങ്ങൾക്ക് ആ പ്രവാചകനെ എത്രയും വേഗം ഞങ്ങളിലേക്ക് എത്തിക്കുമെന്ന്. ജൂതന്മാർ മദീനയിലെത്തിയ ചരിത്രം പറയുകയാണെങ്കിൽ അവർ മദീനയിൽ വന്ന് പ്രവാചകൻ വരുന്ന സ്ഥലങ്ങളിൽ വീട് വർഷങ്ങൾക്ക് മുമ്പേ എടുത്ത് താമസിച്ചു എന്നാണ് ചരിത്രം നമുക്ക് കാണാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പേ അവർ പ്രവാചകൻ വന്നിറങ്ങുന്ന ആ അബു അയ്യൂബുൽ അൻസാരിയുടെ വീടിൻ്റെ അടുക്കലൊക്കെ ജൂതന്മാർ വർഷങ്ങൾക്ക് മുമ്പ് വീട് അവർ വിലക്ക് വാങ്ങിയെന്നാണ്. എന്തിനാണ്? തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് മദീനയിൽ എവിടെയാണ് അവർ വരിക എന്ന്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക എന്ന്. അപ്പം അത്രത്തോളം യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അവർ തിരിച്ചറിയുന്നത് പോലെ റസൂലിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കളെ ഒരാൾക്ക് എങ്ങനെ തിരിച്ചറിയാം? ആ മക്കളുടെ ഗന്ധം കൊണ്ട് തിരിച്ചറിയും. ആ മക്കളുടെ രൂപം അതൊരു നിഴലായി കണ്ടാൽ തിരിച്ചറിയും, അല്ലേ? ഒരു സൗണ്ട് കേട്ടാൽ തിരിച്ചറിയും. സ്വന്തം മക്കളെ തിരിച്ചറിയാനുള്ള വഴികളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം അതുപോലെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുമെന്ന് പറയുമ്പോൾ എത്രമാത്രം കൃത്യമായിട്ട് അവർ നബിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്കറിയത് നബിയാണെന്ന്. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് എങ്ങോട്ടാണ്? അവർ ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തിയിരുന്ന അറബികളിലേക്കാണ്. അത് നമുക്ക് നോക്കാം, ബാക്കി അതിനുശേഷം അത് പറയുന്നുണ്ട്. ഫലമ്മാ ജാഅഹും, അവരുടെ അടുക്കലേക്ക് അദ്ദേഹം വന്നപ്പോൾ, മാ അറഫു, അവരറിഞ്ഞത്, അവർ മനസ്സിലാക്കിയ സത്യപ്രകാരം അവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ, കഫറൂ ബിഹി, ആരെന്ത് ചെയ്തു? അതിനെ അദ്ദേഹത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സന്ദർഭത്തിൽ അവർക്ക് നിഷേധിക്കാനുണ്ടായ കാരണം എന്താണ്? അസൂയയാണ്. കാരണം അവരുടെ അടുക്കിലേക്ക് വരേണ്ട പ്രവാചകൻ എത്തിയത് എങ്ങോട്ടാണ്? അറബികൾക്ക് ഇടയിലേക്കാണ്. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, ബിഅസ മശ്തറൗ. ബിഅസ എന്ന് പറഞ്ഞാൽ മോശം. നിഅമയുടെ നേരെ ഓപ്പോസിറ്റാണ് ബിഅസ. മോശം എന്ന് പറയാം, മ്ലേച്ഛമായത്, മോശം എന്നൊക്കെ പറയാൻ ഉപയോഗിക്കാണ്ട് ബിഅസ. ബിഅസ മശ്തറൗ ബിഹി അൻഫുസഹും. ഇസ്തറ, ഇസ്തരി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇസ്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ്. പക്ഷെ ഇവിടെ വിൽക്കുക എന്നർത്ഥമുണ്ട്. അതായത് വിറ്റിട്ട് വാങ്ങുന്നതിനെയാണ് ഇസ്തറ എന്ന് പറയുക. അതായത് വിക്രയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അതിനെയാണ് ഇസ്തറ എന്ന് പറയുക. കൊടുത്ത് വാങ്ങുന്നതിനെയാണ് ഇസ്തറ എന്ന് പറയുക. ബിഅസ മശ്തറൗ ബിഹി, അവർ കൊടുത്ത് വാങ്ങിയത് എത്രയോ മോശമാണ്. അൻഫുസഹും, അവരുടെ സ്വന്തത്തെ വിറ്റിട്ടാണ് അവരെന്ത് ചെയ്തത്? അവർ വാങ്ങിയത്. എന്ത് വാങ്ങിയത്? കുഫ്ർ വാങ്ങിയത്. അവരുടെ ഹക്കുണ്ട്, പക്ഷെ ആ ഹക്കിനെ അവർ മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു? കുഫ്റിനെ അവർ വാങ്ങുകയാണ്. ഐ യക്ഫുറു, അവർ നിഷേധിക്കുന്നത് കാരണത്താൽ, ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ, ബഗ്യൻ. ബഗ്യൻ, ദ ബഗ്യ, ഇവിടെ അക്രമം എന്നാണ് നമ്മൾ പൊതുവെ പറയുക, പക്ഷെ ശരിക്കും പണ്ഡിതന്മാർ പറഞ്ഞ അസൂയ എന്നാണ്. അസൂയ നിമിത്തം അവർ അള്ളാഹു അവതരിപ്പിച്ചതിനെ നിഷേധിച്ചത് നിമിത്തം അവരെന്ത് ചെയ്തു? സ്വന്തത്തെ വിറ്റ് അവരെന്ത് ചെയ്തു? ഏറ്റവും മോശപ്പെട്ടതാണ് അവർ വാങ്ങിയത്. അല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാന്റെ ഫദ്ലിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചു, അലാ മൻ യശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ, മിൻ ഇബാദിഹി, തൻ്റെ അടിയാന്മാരിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ അള്ളാഹു ഫദ്ൽ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? ഇവർക്ക് അസൂയ വന്നു. അതാരാണ് അടിയാന്മാരെന്ന് പറഞ്ഞത്? അറബികളെയാണ് അള്ളാഹു എന്ത് ചെയ്തത്? ആ മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തതും അയച്ചതുമൊക്കെ അറബികളുടെ ഇടയിൽ നിന്നാണ്.
അപ്പം അത് അവർക്ക് ബഗിയുണ്ടാക്കി, അസൂയുണ്ടാക്കിയത് നിമിത്തം അവരെന്ത് ചെയ്തു? അവരേറ്റവും മോശപ്പെട്ടതാണ് അവർ കൊടുത്തു വാങ്ങിയത്. ഫബാഊ, അപ്പോൾ അവർ മടങ്ങി, ബിഗളബിൻ, കോപം കൊണ്ട്, അലാ ഗളബ്, കോപത്തിൻ്റെ മേൽ കോപവും കൊണ്ട്. അപ്പം 2 കോപം ഉണ്ടായി. എന്താ 2 കോപം ഉണ്ടായി എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? 2 കോപമുണ്ടായി എന്ന് പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ പറയും. മുമ്പ് നമ്മളൊരു ആയത്തിൽ പഠിച്ചു, വബാഗു ബിഗളബിൻ മിനല്ലാഹ്, ഇസ്രായേലിനെ പറ്റി പറഞ്ഞില്ലേ? അപ്പോൾ അവർക്ക് അള്ളാൻ്റെ ഒരു കോപം ഉണ്ടായി. എപ്പോഴാണ്? അവർ പ്രവാചകന്മാരെ കൊന്നു, അള്ളാഹിനോട് ധിക്കാരം കാണിച്ചു. ആ ആയത്ത് ഏതാണ്? ഖാലു ദുഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർള്. അള്ളാഹു, ഞങ്ങൾക്ക് ഇനി ഈ മന്നയും സെൽവയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ചീരയും വെള്ളരിയും അങ്ങനെ പയറുവർഗ്ഗം എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹ് പറഞ്ഞു ഫബാഹു ബിഗളബിൻ മിനല്ലാഹ്. ആ ഗളബ് കിട്ടാൻ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഗളബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരെണ്ണം കൊടുത്തു. പിന്നെ ഗളബ് കിട്ടിയെന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിച്ചപ്പോഴാണ്. അതാണ് ഒരു അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത്. മറ്റൊരു അഭിപ്രായം, ഗളിബല്ലാഹു അലൈഹിം ബികുഫ്രിഹിം ബിൽ ഇൻജീൽ വഈസ, ഈസയെയും ഇൻജീലിനെയും അവർ നിഷേധിച്ചപ്പോൾ അള്ളാഹു അവർക്കെതിരെ കോപിച്ചു. പിന്നെയോ സുമ്മ ഗളിബല്ലാഹു അലൈഹിം ബികുഫ്രിഹിം ബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിൽ ഖുർആൻ, ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിച്ചപ്പോൾ അള്ളാഹു അവരോട് കോപിച്ചു. അപ്പോൾ വേദം നൽകപ്പെട്ട തൗറാത്തിൻ്റെ ആളുകളെ അള്ളാഹ് കോപിച്ച 2 സമയം, ഒന്ന് ഈസാ നബീനെയും ഇൻജീലിനെയും അവർ നിഷേധിച്ചു, പിന്നെ അവരെന്ത് ചെയ്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിനെയും അവർ നിഷേധിച്ചു. വലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കാകുന്ന അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയുള്ളത്. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനൂ, നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ, ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് വേദം നൽകപ്പെട്ട ജൂതന്മാരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, നുഅ്മിനു ബിമാ ഉൻസില അലൈനാ, നുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തിലാ വിശ്വസിക്കുന്നത്? ബിമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. ഏതാണത്? അവർ പറയും തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വയക്ഫുറൂന, ഞങ്ങൾ നിഷേധിക്കുന്നു. ബിമാ വറാഅഹു, അതിന് പുറമേ ഉള്ളത് ഞങ്ങൾ എന്ത് ചെയ്യും? നിഷേധിക്കുന്നു. വറാ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഷാർത്ഥം എന്താണ്? വറാ, പിറകിലെന്നാണ്. അപ്പോൾ അതിന് പുറമേ ഉള്ള അർത്ഥം എന്നാണ് ഇവിടെ അർത്ഥം കൊടുക്കുക. അതിന് പുറമേയുള്ളത്. വഹുവൽ ഹഖ്, അത് സത്യമായിരിക്കെ, മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ അടുക്കലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന ഒരു ഹക്കായിരിക്കെ അവരെന്ത് ചെയ്യുന്നു? അതിനെ നിഷേധിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ, നബിയെ ഖുൽ, ആ വേദം നൽകപ്പെട്ടവരോട് ചോദിക്കൂ. എന്താ ചോദിക്കേണ്ടത്? ഫലിമ തഖ്തുലൂൻ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് കൊല്ലുന്നത്? അംബിയാ അല്ലാഹി മിൻ ഖബൽ, മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ നിങ്ങൾ എന്തിനാ കൊന്നത്? നിങ്ങൾക്ക് അവതരിച്ച തൗറാത്തിലും നിങ്ങളുടെ നബിമാരിലും നിങ്ങൾ വിശ്വസിക്കുമല്ലോ. മുഹമ്മദ് നബി കൊണ്ടുവന്ന ഖുർആനിലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കൂല എന്നാണ് പറഞ്ഞത്. പ്രവാചകൻ വരുന്നതിന് മുമ്പ് വരെയുള്ള മുഴുവൻ നബിമാരും ആരിലേക്കാണ് വന്നത്? ബനു ഇസ്രായേലിലേക്കാണ് വന്നത്. അപ്പം നിങ്ങൾ അതിൽ വിശ്വസിക്കുമെങ്കിൽ പിന്നെ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബൽ, മുമ്പുള്ള പ്രവാചകന്മാരെ പിന്നെ നിങ്ങൾ എന്തിനാ കൊന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്, ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിനെ വിശ്വസിക്കുമെന്നാണെങ്കിൽ എന്തിന് നിങ്ങൾ മുൻപുള്ള പ്രവാചകന്മാരെ കൊന്നു? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പോൾ അവർക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ അവരതിലും വിശ്വസിക്കുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അതിലവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ഖുർആനിൽ എന്ത് ചെയ്തേനെ? അവർ വിശ്വസിച്ചേനെ. അപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ അങ്ങേയറ്റം കാത്തിരുന്നൊരു വിഭാഗം അറബികളല്ല. അറബികൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും, ഇനി ഏത് നബിയാ നമ്മുടെ അടുത്തേക്ക് വരാനുള്ളതെന്ന് വിചാരിക്കുക.
ഇവന്മാർ ഈ പറയണത് ഏത് നബിയാണ്? അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് അറബികൾ ഇരുന്നത്. പക്ഷെ ആ നബി വന്നതോ അറബികളിൽ നിന്നാണ്. അത് അറബികൾക്കും വിശ്വസിക്കാൻ പറ്റിയില്ല, ജൂതന്മാർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അറബികൾക്ക് വിശ്വസിക്കാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം എന്താ? അസൂയാണോ? അസൂയല്ല. അസൂയ ഉണ്ട് ഒരു കുറച്ച്. പ്രധാന കാരണം അതല്ല. മുഹമ്മദ് നബി അനാഥനായിട്ടാണ് ജീവിച്ചത്, ദരിദ്രനായിട്ടാണ് വളർന്നത്. പ്രത്യേകിച്ച് അറബികൾക്കിടയിൽ വിശ്വസ്തൻ എന്ന പദവിക്കപ്പുറത്ത് പേര് കേട്ട വേറെ ഒന്നും റസൂലിനില്ല. വിശ്വസ്തൻ എന്ന പദവിയുണ്ട്. അവിടെ ഹജ്ജിന് വരുന്നവർക്ക് എല്ലാ വർഷവും വെള്ളവും ഭക്ഷണവും എല്ലാ സൗകര്യവും കൊടുത്തിരുന്ന, വലിയ വലിയ ദാനം ചെയ്തിരുന്ന മഹാന്മാരായ ആളുകൾ അവിടെ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ആര്? ഖാലിദ് ബിൻ വലീദിൻ്റെ ഉപ്പ വലീദ് ബിനു മുഗീറ. വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് പോകുമെന്ന് അബൂജഹൽ ഭയപ്പെട്ടു എന്നാണ്. അപ്പോൾ അബൂജഹൽ പറയാണ്, വലീദ്, താങ്കൾ ഈ ഖുറൈശികളുടെ ആരാണ്? താങ്കൾ ആരാണ്? ഒരു പ്രവാചകനാകണമെങ്കിൽ ആരാകണം? താങ്കളെപ്പോലുള്ള ഒരാളാകണ്ടേ? ഖുറൈശികൾ മുഴുവൻ എല്ലാവരും കൂടി ചേർന്ന് കഅബയെ പുതപ്പിക്കുമ്പോൾ താങ്കൾ ഒറ്റക്കാണ് കഅബക്ക് എന്ത് ചെയ്യണത്? പുതപ്പിടുന്നത്. ഖുറൈശികൾ എല്ലാവരും കൂടി ചേർന്ന് ഹജ്ജിന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ താങ്കൾ ഒരു വർഷം ഒറ്റക്കാണ് അത് ചെയ്യണത്. ഇത്രയേറെ പുണ്യങ്ങൾ ചെയ്യണ ഒരു മനുഷ്യനെയല്ലേ അള്ളാഹു നബിയായി തിരഞ്ഞെടുക്കേണ്ടത്? ഇപ്പോൾ വലീദ് ബിൻ മുഗീറ എന്ത് ചെയ്തു? ഇങ്ങനെ ചിന്തിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്ത് കേട്ട് വന്നിട്ട് കുറേ നേരം ചിന്തിച്ചു എന്നാണ്. ഇന്നഹു ഫക്കറ ഫഖദ്ദറ, അല്ലേ? അതിങ്ങനെ ചിന്തിച്ചു, എന്നിട്ട് കണക്ക് കൂട്ടി. ഫഖുത്തില കൈഫ ഖദ്ദറ സുമ്മ ഖുത്തില കൈഫ ഖദ്ദറ സുമ്മ നദറ സുമ്മ അബസ വബസറ. വലീദ് ബിൻ മുഗീറയുടെ മുഖഭാവങ്ങൾ അല്ലാഹു പറയുകയാണ്. കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ മുഖം ചുളിച്ചു. അബൂജഹൽ പറഞ്ഞാണ് ശരി, എന്നെപ്പോലുള്ള ഒരാളൊക്കെയാണ് നബിയാണ്ടത്. ആ ആയത്തിങ്ങനെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെടും, ഒരു മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്നത് എങ്ങനെയാണെന്ന്. കൂട്ടുകൂടിയപ്പോൾ കൂട്ടുകാരൻ്റെ പ്രേരണയിൽ വഴിതെറ്റിപ്പോയതാണ്. അബൂ ത്വാലിബിന് സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കൊരു ഒരു താഴ്ന്ന ഒരു അവസ്ഥയിൽ കിടക്കുന്ന ആളാണ്. റസൂലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, അതേപോലെ തന്നെ ആരാണ്? വാപ്പയില്ല, അനാഥനാണ് എന്നൊക്കെ അവർ നോക്കണത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? ഖുറൈശികളിൽപ്പെട്ട ആളാണ്. പക്ഷെ റസൂലിനെ അവർ ആ രൂപത്തിൽ എന്ത് ചെയ്തില്ല? കണ്ടില്ല. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ നബിയെ എതിർത്തു. ഇപ്പുറത്ത് ജൂതന്മാർക്ക് എതിർക്കാനുണ്ടായ കാരണം എന്താ? ഒരു കാരണവുമില്ല, അറബികളുടെ കൂട്ടത്തിൽ നിന്ന് നബി നിയുക്തനായി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഏതായാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ മുഴുവൻ വേദക്കാരുടെയും ബാധ്യത. അറബികളെക്കാൾ കൂടുതൽ ബാധ്യത ആർക്കാണ്? വേദക്കാർക്കാണ്. കാരണം വേദക്കാരുടെ വേദഗ്രന്ഥത്തിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്ത് ഏത് നാട്ടിൽ വരുമെന്ന് കൃത്യമായിട്ട് അവരുടെ തൗറാത്തിലുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അവർ വിശ്വസിച്ചില്ല. അപ്പം അത്രമാത്രം അറിഞ്ഞുകൊണ്ടൊരു വലിയ ഹക്ക്, ഏറ്റവും വലിയൊരു ഹക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായി എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യമാണെന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹക്കിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വലിയൊരു നിഷേധം വേറെ ഉണ്ടോ? അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നവരുണ്ട് പലരും, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നവർ. പക്ഷെ അവർ കാഫിരിങ്ങളായി പോയത് പലരും ഒറ്റ കാരണത്തിലാണ്. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്നവർ അംഗീകരിച്ചില്ല. അപ്പോൾ ഈ പഠിച്ച ആയത്തുകളിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? വേദം നൽകപ്പെട്ടവർ മൂസാ നബിക്ക് അവതരിച്ച തൗറാത്തിന് ശേഷം വന്ന പല പ്രവാചകന്മാരെയും അവരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു, നിഷേധിച്ചു കളഞ്ഞു. അതിൻ്റെ ഒരു കാരണം അവർക്കിഷ്ടപ്പെടാത്തതുമായി വന്നാൽ ആ പ്രവാചകന്മാരവരെന്ത് ചെയ്യൂല? അംഗീകരിക്കൂല. ഇനി പ്രവാചകൻ കൊണ്ടുവന്ന് കൊടുത്തത് അവർക്ക് അവിശ്വസിക്കാനുണ്ടായ കാരണം എന്താണ്? അവർ പറഞ്ഞിരുന്ന ന്യായം, ഞങ്ങൾ നേരത്തെ തന്നെയുള്ള വേദഗ്രന്ഥമൊക്കെ കൂടുതൽ പഠിച്ച് ഹൃദയം എന്ത് ചെയ്തിരിക്കുകയാണ്? അടഞ്ഞു പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളൊന്നും കേട്ടാൽ നമുക്ക് തിരിയൂല എന്നവർ പറഞ്ഞു. അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായി അവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ അവർ അവിശ്വസിച്ചതിൻ്റെ കാരണം ആ പ്രവാചകൻ അറബികളിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ഈ അസൂയയാണ് അവരെ ഈ നിഷേധത്തിലേക്കൊക്കെ തള്ളിവിട്ടത് എന്നാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി
നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജൂതന്മാരും നസാറാക്കൾക്കും സംഭവിച്ച ആ പിഴവുകൾ സംഭവിക്കാത്ത ഏറ്റവും നല്ല ഖൈറുമ്മത്തായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ മാറ്റുമാറാകട്ടെ. ജൂതന്മാരെ അല്ലാഹു കോപിച്ചു, ക്രിസ്ത്യാനികളെ അല്ലാഹു വഴിപിഴച്ചവരെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ, നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിലെ മുഴുവൻ നന്മകളും അല്ലാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈയൊരു സംവിധാനവും ഈയൊരു സ്ഥാപനവും ഇവിടെ ഉണ്ടാകാൻ കാരണക്കാരായ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.